കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പഴങ്കഞ്ഞി കുടിക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നലെ ചീനിയൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു, മത്തിക്കറി ഉണ്ടായിരുന്നു, ഇന്നലെ മോരുകറി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ഞായറാഴ്ചയായിട്ട് നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ചോറും എല്ലാം എടുത്ത് രണ്ട് കൊച്ചുള്ളിയും കാന്താരിയും എല്ലാം കേട്ട് ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൈരൊക്കെ ഉണ്ട്, നല്ല ഉണക്കമീൻ ചുട്ടതും സാമ്പാറും തൈരും മോരുകറിയും. ഇത് പണ്ട് നമ്മളിതെല്ലാം കേട്ടിട്ട് രാവിലെ ഒരു പഴങ്കഞ്ഞി കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും തിരിച്ചു വരുന്നതും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് പഴങ്കഞ്ഞി കുടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ ഇട്ടുന്ന ചോറിനകത്തോട്ട് തന്നെ കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് ഇളക്കുകയാണ്. ഞാൻ ഈ വെള്ളം പഴങ്കഞ്ഞി വെള്ളം തന്നെയാണ് എടുക്കുന്നത്, വേറെ വെള്ളമൊന്നും എടുക്കുന്നില്ല. ഇന്നലെ ഇട്ടിരുന്ന അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. ഇതെല്ലാം ഒന്ന് ഞെവിടിയതിന് ശേഷം ഞാൻ പഴങ്കഞ്ഞി പൊന്നൂസവും ഞാനോടാണ് പഴങ്കഞ്ഞി കുടിക്കുന്നത്. ഈ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പണ്ടെല്ലാവരും ഇങ്ങനെ ചട്ടിക്കകത്തൊക്കെ ആകുന്നല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയതുകൊണ്ട് ഞാൻ ആ ചോറും വെള്ളം എല്ലാം കൂടി ഇങ്ങനെ ഒഴിക്കുകയാണ്. എന്നിട്ടിത് നമുക്ക് എൻ്റെ ആ കൊച്ചുള്ളി ഒക്കെ അതിനകത്തൊന്ന് ഉടച്ച് നല്ലതുപോലെ ഞെവിടി അങ്ങോട്ട് എടുക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാമ്പാർ കൂടുതലും പഴങ്കഞ്ഞിക്കെല്ലാം പുളിച്ച സാമ്പാറാണ് നല്ലത് കേട്ടോ. ചൂടാക്കി ചേർത്ത് ഇന്നലത്തെ പുളിച്ച സാമ്പാർ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നല്ല മോരുകറിയും. ഇപ്പം തന്നെ വായി വെള്ളം വരുന്നു. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മത്തിച്ചാറൂടെ അങ്ങോട്ട് ഒഴിക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ മാങ്ങ അച്ചാറൂടെ അങ്ങോട്ട് അതിൻ്റെ മണ്ടയിലോട്ട് ഇട്ടിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് തൈരൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത്രയും മതി. നമ്മുടെ മീൻ ഇവിടെ ഇരിപ്പുണ്ട്, അത് നമുക്ക് തൊട്ടെടുക്കാം കേട്ടോ. അത് അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് ആ ചീനി എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് കാലയ്ക്ക് അങ്ങോട്ട് എടുക്കണം അങ്ങോട്ട്. എന്നിട്ട് ഒരു പിടി പിടിച്ചാൽ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. ഈ ഉണ്ടമുളക് കൂടെ ഞാൻ ഇതിനകത്ത് ഉടച്ച് ചേർക്കും കേട്ടോ. കാന്താരി എല്ലാം കൂടെ നന്നായിട്ട് ഞെവിടി എടുക്കണം. പൊളിച്ച് ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടോ? പൊന്നൂസേ ബാ, പൊന്നൂസേ പഴങ്കഞ്ഞി റെഡി. ഇതിലൂടെ കുറച്ച് ചീനിയും കൂടെ അങ്ങോട്ട് ഇടാം കേട്ടോ. കുറച്ച് ചീനി കുറച്ച് മോരുകറിയും കൂടെ ചേർക്കാം. പണ്ട് കാലത്തൊന്നും രാവിലെ ഒന്നും പലഹാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴങ്കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും പൊന്നൂസോടെ രാവിലെ പഴങ്കഞ്ഞി കുടിക്കാൻ പോകണം കേട്ടോ. പൊന്നൂസേ കാന്താരി കൂടെ ഉടച്ചിട്ടുണ്ട്. കൊള്ളാം, സംഭവം കൊള്ളാം, അടിപൊളിയാണ്. എങ്ങനെയുണ്ട്? ദോശ ഇഡലിയൊക്കെ കഴിക്കുന്നത് ഫീലിങ്ങിനെക്കാട്ട് നല്ല ഇല്ലയോ? ഏത് കുഴിമന്തി വരെ തോച്ചു. സൂപ്പറാണ് കേട്ടോ. കാരണം തലേന്ന് ഇതുപോലെ ചീനിയൊക്കെ വേവിക്കുകയാണെങ്കിലേ, ചക്കയൊക്കെ വേവിക്കുകയാണെങ്കിൽ കുറച്ചെടുത്ത് ഇതുപോലെ ഇട്ടിട്ട് ചോറ് ഇതുപോലൊക്കെ വെള്ളത്തിയിട്ടിട്ടേ ഇട്ടിന്ന് രാവിലെ ഒരു പഴങ്കഞ്ഞി. കുഞ്ഞുങ്ങളാരും പറയരുത് പഴങ്കഞ്ഞി കുടിച്ചിട്ടില്ല, എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അടിപൊളിയാ. നിങ്ങളെന്താ പോവാ ഉണ്ടമുളകിൻ്റെ അരി അന്യായമോ? അതിന് കാന്താരി മുടങ്ങണം. നീ
എൻ്റെ തലമുറയുള്ള പകുതി പിള്ളേർ പോലും ഇത് കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. കഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല. അപ്പം ഇത് തീർച്ചയായിട്ടും മസ്റ്റ് ട്രൈ. ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ കുടിക്കും. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം. എന്ത് ശകം വേണം കൂടി കൂടി സൂപ്പറാ. ഇഷ്ടപ്പെട്ടില്ലയോ? സൂപ്പറാ. ഉണ്ടമുളകിൻ്റെ എരിയുണ്ട് കേട്ടോ. പൊന്നിന് എരി വിഷയമില്ലയോ? സൂപ്പറായിട്ടങ്ങ് കഴിക്കും കേട്ടോ. അല്ല അപ്പോൾ കഴിക്കുന്നതിൻ്റെയൊക്കെ പറയാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം, ഷെയർ ചെയ്യാൻ വേണം, സബ്സ്ക്രൈബ് ചെയ്യണം വേണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.